ഹലോ. അപ്പോൾ ഇന്ന് ലാൽ സാറും സബീന ടീച്ചറും ചേർന്ന് ഞങ്ങൾക്ക് തന്ന ഫംഗ്ഷനായിരുന്നേ. അപ്പോൾ ഞങ്ങൾ സാറിനും ടീച്ചറിനും കൊടുത്ത ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കണ്ടിട്ടുള്ളവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഉച്ചയ്ക്ക് 12:30 മണിക്കായിരുന്നു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വന്നിട്ട് ഓരോ വെൽക്കം ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ്റെ വിഭവങ്ങൾ ഞാൻ നോക്കിയില്ല, കാരണം മട്ടൻ കഴിച്ച് കഴിഞ്ഞാൽ 8ൻ്റെ അല്ല എനിക്ക് 16ൻ്റെ പണിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മട്ടൻ്റെ ഞാൻ കഴിച്ചില്ല. അപ്പോൾ ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ട് തിരിയുമ്പോഴത്തേക്ക് നമ്മുടെ PTA പ്രസിഡൻറ്റും അതുപോലെ SMC ചെയർമാനും പിന്നെ റസ്മായും സലീനായും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സലീനയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സലീനായും നമ്മൾ LPSൽ PTAയിൽ ഒരുമിച്ച് വന്നവരാണ്. അപ്പോൾ അവിടെ 3 വർഷം ഞങ്ങൾ അവിടുത്തെ PTAയിലുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ ഫരനു സ്കൂളിലോട്ട് ഹൈസ്കൂളിലോട്ട് വരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പൊന്നൂൻ്റെ ക്ലാസ്സിലാണ് സലീനാരമ്മ ബിലാൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ PTA മെമ്പേഴ്സ് എല്ലാം ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതാണ് സലീന കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ടേബിളിൽ പ്രിയയും ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ എന്നോട് ചോദിക്കാൻ, നീ വരില്ലെന്നല്ലേ പറഞ്ഞിരുന്നു? സത്യത്തിൽ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ചിലപ്പോഴേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ PTA പ്രസിഡൻറ്റ് തലേക്കും ദിവസം നമ്മുടെ PTA പാരൻസ് ഓൺലി ഗ്രൂപ്പിൽ ഫുഡിൻ്റെ ഒരു മെനു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ഫുഡ് ഐറ്റംസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരുമല്ലോ. അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അജിതയും വിനീതയും വന്നത്. പിന്നെ അവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവരും പല സ്ഥലത്ത് നിന്ന് പല ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ സാറും ടീച്ചറൊക്കെ ആയിട്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ലാൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ലാൽ സാറില്ലാത്ത ഫരനു സ്കൂള് ഇനി ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു, എന്താ പറയുക, എല്ലാ കാര്യത്തിലും കുട്ടികളെ ശാസിക്കുന്ന കാര്യത്തിൽ സാർ ശാസിക്കും, ശിക്ഷിക്കേണ്ട സ്ഥലത്ത് ശിക്ഷിക്കും. പിന്നെ അവർക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന ഒരാളാണ് സാർ. ഒട്ടും ഒരു ഹെഡ് വെയ്റ്റും കാര്യങ്ങളും ഈഗോയും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ എല്ലാവരും കൂടെ ഒന്ന് ഫംഗ്ഷനൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്.